അത് കാരണമായി അതേ അസുഖമാണോ അസുഖം മാറുന്നോ ഇതേപോലെ ദഅവത്തിന്റെ പരിശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയം ഹക്കിലേക്ക് ദീനിലേക്ക് തിരിയുന്ന അവസ്ഥ ഉണ്ടായി. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രണ്ട് രീതിയിലുള്ള പരിശ്രമം നമുക്ക് കാണാൻ സാധിക്കും. ദഅവത്തിന്റെ പരിശ്രമം തന്നെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് വരും. ഒന്ന് ദീനിനു വേണ്ടി യാത്ര ചെയ്ത് അല്ലെങ്കിൽ പുറപ്പെട്ടുള്ള പരിശ്രമം, പുറത്തേക്ക് പോയുള്ള അങ്ങോട്ട് പോയുള്ള പരിശ്രമം. രണ്ടാമത്തെ ഒരു പരിശ്രമം എന്ന് വെച്ചാല് പള്ളികളെ കേന്ദ്രമാക്കി അമലുകളിൽ കൂടുന്ന ഒരു പരിശ്രമം. ഖുർആനെ പഠിക്കുക, പഠിപ്പിക്കുക, തൗഹീദിന്റെ റിസാലത്തിന്റെ കാര്യങ്ങൾ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇങ്ങനെയുള്ള അമലുകളുടെ പരിശ്രമം, പള്ളികൾ തോറുമുള്ള പരിശ്രമം. ഈ രണ്ട് കാര്യങ്ങളാണ്. മക്കയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ തങ്ങൾ ദഅവത്തിന്റെ പരിശ്രമം തുടങ്ങുകയുണ്ടായി. അതായത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. തങ്ങൾ ഓരോരുത്തരെ പോയി കാണാൻ തുടങ്ങി, ആളുകളെ സന്ദർശിക്കാൻ തുടങ്ങി, അവരോട് ഈമാനിന്റെ അല്ലാഹുവിനെ കുറിച്ച് ആഖിറത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പൊ ഇതൊന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള പരിശ്രമം. ആ പരിശ്രമം തുടങ്ങിയതിന്റെ പേരിൽ പിന്നെ ഫലം എന്താണെന്ന് വെച്ചാൽ കുറേശ്ശെ ആളുകൾ ഈമാൻ ദീനിനെ സ്വീകരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എല്ലാവരും സ്വീകരിച്ചില്ല. പക്ഷെ ആരംഭത്തിൽ കുറേശ്ശെ ആണെങ്കിലും വ്യക്തികൾ ദീനിലേക്ക് വരാൻ തുടങ്ങി, അല്ലാഹുവിനെ വിശ്വസിക്കാൻ തുടങ്ങി, പരിശുദ്ധമായ ദീനിനെ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ മുസ്ലിമാകുന്ന ആളുകൾ, ഈമാൻ കൈക്കൊള്ളുന്ന ആളുകൾ, അവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ ഒരുമിച്ച് കൂട്ടുമായിരുന്നു. അന്ന് ആരംഭ കാലഘട്ടമാണ്. മസ്ജിദുൽ ഹറാമിൽ പള്ളിയിൽ കൂടാനുള്ള ഒരു സന്ദർഭമില്ല, സാഹചര്യമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ അർഖം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ സഹാബാക്കൾ കൂട്ടുമായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്ന സഹാബാക്കൾ അവരെ കൂട്ടിയിരുത്തിയിട്ട് അവർക്ക് തൗഹീദിനെ കുറിച്ച് പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ കുറിച്ച്, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. സുന്നത്തുകൾ പഠിപ്പിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ ചര്യകൾ, സ്വഭാവങ്ങൾ, കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ആരംഭ കാലഘട്ടമായിരുന്നതുകൊണ്ട് പരിശുദ്ധമായ ശരീരത്തിന്റെ എല്ലാ നിയമങ്ങളും വന്ന് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളായിരുന്നു ഉണ്ടായത്. ഈ കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇങ്ങനെ സഹാബാക്കൾ മറ്റു 3-4 സ്ഥലത്തും ഇങ്ങനെ കൂടുകയും അമലുകളിലായിട്ട് അവർ കഴിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഈ രണ്ട് രീതിയിലുള്ള പരിശ്രമം നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പരിശ്രമം. അത് കാരണമായി ജനങ്ങളുടെ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. ജനങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വീകരിച്ചു വരുന്ന ആളുകളെ അവരെ രണ്ടാമത്തെ പരിശ്രമം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തങ്ങളുടെ സഹവാസത്തിൽ കൂട്ടുകയും തങ്ങളുടെ സഹവാസത്തിൽ കൂടി അവർ ഈ ദീനിനെ പഠിക്കുകയും ചെയ്തു, ഖുർആനെ പഠിക്കുകയും ചെയ്തു. ഈ രണ്ട് രീതിയിലുള്ള പരിശ്രമങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ, തങ്ങളുടെ ദഅവത്തിന്റെ നുബുവത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുശേഷം മക്കയിലെ 13 വർഷത്തെ ജീവിതത്തിന് ശേഷം മക്കയിൽ നിന്നും ഹിജ്റത്ത് ചെയ്യുകയുണ്ടായി. ഹിജ്റത്ത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ സ്വന്തമായ ഇബാദത്ത്, നമസ്കാരം പോലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ തടസ്സത്തിന്റെ പേരിലല്ല നാട് വിട്ടുപോയത്. നേരെ മറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റത്ത് ചെയ്യേണ്ടി വന്നത് ദീനിന്റെ പരിശ്രമം, ദഅവത്തിന്റെ പരിശ്രമം, ഏതൊരു ജോലി അല്ലാഹു തആല ഏൽപ്പിച്ചോ ആ ജോലി ചെയ്യാനുള്ള തടസ്സത്തിന്റെ പേരിലാണ്, ദഅവത്തിന്റെ പരിശ്രമത്തിന്റെ പേരിലാണ് തങ്ങൾക്ക് മക്കയിൽ നിന്നും ഹിജ്റത്ത് ചെയ്ത് പോകേണ്ടി വന്നത്. ആ ഒരു പ്രവാസം, തങ്ങളെ അല്ലാഹു തആല ഏൽപ്പിച്ച പ്രവാസം, ദൗത്യം, അത് പൂർത്തീകരിക്കാനുള്ള തടസ്സമുണ്ടായപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനായിൽ വെച്ച് മദീന വാസികളെ കണ്ടുമുട്ടിയ സമയത്ത് ഹിജ്റത്തിന് മുമ്പ് അവരോട് നടന്ന സംഭാഷണത്തിൽ തങ്ങൾ പറഞ്ഞ ഇതാണ്: ആരാണ് എന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, ആ ദൗത്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ആരാണ് എന്നെ സഹായിക്കാൻ തയ്യാറ്, അതിനാരാണ് എനിക്ക് അഭയം നൽകാൻ തയ്യാറ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചത്. മദീനക്കാർ അതിനുവേണ്ടി തയ്യാറായി, ഞങ്ങൾ അഭയം തരാൻ തയ്യാറാണ്.
ഹിജ്റത്തിന്റെ കാരണം തന്നെ ദീനിന്റെ പരിശ്രമത്തിൽ വന്ന തടസ്സങ്ങളാണ്. നമസ്കാരത്തിന്റെയോ അല്ലെങ്കിൽ ഇബാദത്തുകളുടെ വിഷയം മാത്രമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ പോയി നമസ്കരിക്കുമായിരുന്നു. അതിനെ എപ്പോഴും തടസ്സമോ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ദഅവത്തിന്റെ ജോലി ഞങ്ങൾക്ക് അവസരം ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് നിർവഹിക്കുന്നതിനുള്ള തടസ്സമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യേണ്ടി വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇന്ന് സാധാരണ മുസ്ലിമീങ്ങളുടെ ഇടയിൽ പള്ളികൾ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയിട്ട് അവിടെ പള്ളി നിർമ്മിക്കുകയുണ്ടായി. ഇതിനു വേണ്ടിയാണ് പള്ളികൾ. പിന്നെ നമ്മുടെ പൊതുവായ ഒരു ധാരണയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് പള്ളി 5 വക്ത നമസ്കാരത്തിന് വേണ്ടിയുള്ളതാണ്. അതാണ് പള്ളിയോട് ഉദ്ദേശിക്കപ്പെടുന്നത്. 5 വക്ത നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുക, ജമാഅത്തായിട്ട് നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുക, ഇതിനു വേണ്ടിയാണ് പള്ളികൾ എന്നാണ് നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. പൊതുജനങ്ങളായ നമ്മളും മിനിങ്ങളല്ലാത്തവരും എല്ലാവരോട് ചോദിച്ചാലും ഈ ഒരു മറുപടി കിട്ടും. പള്ളികൾ 5 വക്ത നമസ്കാരം നിർവഹിക്കപ്പെടാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. പക്ഷെ 5 വക്ത നമസ്കാരങ്ങൾ പള്ളിയുടെ പ്രധാനപ്പെട്ട അമലുകളിൽപ്പെട്ട ഒരു അമലാണ്. അതിനുവേണ്ടി മാത്രമല്ല, ഇന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി മാത്രമാണ്. അത് കാരണമായി ഇന്ന് നമ്മൾ കാണാറുണ്ട് പള്ളികൾ അത് വെറും 5 വക്ത നമസ്കാരത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്നു. പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെ പള്ളിയുടെ ഖാദിമീങ്ങളോട് പറയാറുണ്ട്, നമസ്കാരം കഴിഞ്ഞാൽ പള്ളി അടച്ചു പൂട്ടിയേക്കാം. സാധാരണ നമ്മൾ കാണാറുണ്ട്, നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പള്ളി അടച്ചു പൂട്ടപ്പെടും. പക്ഷെ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പള്ളികൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നോക്കുകയാണെങ്കിൽ 5 വക്ത നമസ്കാരങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്ന സ്ഥലമല്ല പള്ളികൾ. നേരെ മറിച്ച് ദീനിന്റെ എല്ലാ കാര്യങ്ങളുടെയും ഒരു കേന്ദ്രമായിരുന്നു പള്ളി എന്ന് പറയുന്നത്. 5 വക്ത നമസ്കാരങ്ങൾ നടന്നിരുന്നു. അതിന്റെ സമയങ്ങളിൽ ജമാഅത്തായിട്ടുള്ള നമസ്കാരം അത് പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നമസ്കാരം കാരണമായി മുസ്ലിമീങ്ങളെ 5 വക്തിൽ 5 സമയങ്ങളിൽ ഒരുമിച്ച് കൂട്ടുന്നു. ദീനിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി 5 വക്ത നമസ്കാരങ്ങളെ ഒരു കാരണമാക്കിയിരിക്കുന്നു. ഈ 5 വക്ത നമസ്കാരങ്ങൾ മുസ്ലിമീങ്ങൾ നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിലേക്ക് വരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ നമസ്കാരങ്ങളുടെ ഇടയിൽ നടന്നിരുന്ന അമലുകൾ എന്തായിരുന്നു? ഖുർആൻ ശരീഫ് പഠിപ്പിക്കുക, ഇതിന്റെ അമലുകൾ നടന്നിരുന്നു. ദീനിന്റെ കാര്യങ്ങൾ, ദീനിന്റെ നിയമങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അമലുകളുടെ മഹത്വങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്ന കാരണമായി ദീനിയായ ആഗ്രഹം മനസ്സുകൾ ഉണ്ടായിരുന്നു. ഇതുപോലെ ദീനിന്റെ ഓരോ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ജമാഅത്തുകളെ, സംഘങ്ങളെ തയ്യാറാക്കി അതിനുവേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കുമാറ്റി പള്ളികളിൽ നിന്നും നിങ്ങളെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരോട് യാത്രയിൽ എന്താണ് ചെയ്യേണ്ടത്, ഈ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ മര്യാദകൾ, അതായത് റവാൻസിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് പുറപ്പെട്ടു പോകുമ്പോൾ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ജമാഅത്തുകളെ, സംഘങ്ങളെ അല്ലാഹുവിന്റെ ദീനിന്റെ വഴി യാത്രയാക്കുമായിരുന്നു. ഇനി അങ്ങനെ പോകുന്ന സംഘങ്ങൾ, ആ ജമാഅത്തുകൾ തിരിച്ച് വരുമ്പോൾ വഴിയിലേക്കാണ് വരുന്നത്. അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് യാത്രയുടെ അവസ്ഥകൾ ചോദിക്കുമായിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്തത്, എന്തെല്ലാം സംഭവിച്ചു, അവരതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിലെന്തെങ്കിലും വിഷയങ്ങൾ തിരുത്തി കൊടുക്കാനുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുമായിരുന്നു. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. ഈ അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ടു പോയ സംഘങ്ങൾ അവരുടെ ഭാര്യ മക്കൾ വീടുകളിലാണ്. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആവശ്യങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള അതിനുള്ള ആലോചനകൾ, പരസ്പരമുള്ള സഹകരണങ്ങൾ, ദീനിന്റെ വിഷയത്തിലുള്ള ചിന്ത. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ഉത്തരവാദിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. ദീനിന്റെ ദഅവത്തിന്റെ പരിശ്രമം എന്ന് പറഞ്ഞാൽ മുഴുവൻ ലോകത്തും ഈ പരിശുദ്ധമായ ദീൻ മുഴുവൻ പൂർണ്ണമായ രീതിയിൽ കൂടി എങ്ങനെ ഉണ്ടായിത്തീരും, ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പരിശ്രമമാണ്. മുഴുവൻ മനുഷ്യ സമുദായം ഈ പരിപൂർണമായ ദീനിലേക്ക്, ഈ ദീൻ അവരുടെ ജീവിതങ്ങളിൽ എങ്ങനെ വരും, അവർ ഈ ദീനിലേക്ക് എങ്ങനെ മടങ്ങും, ഈ ഒരു വലിയ ഉത്തരവാദിത്തമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ.
വലിയൊരു വലിയ ലക്ഷ്യമാണ് ഉണ്ടാവുക. അപ്പൊ ഈ ആവശ്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ആലോചനകൾ, മശ്വറകൾ ഇതും ആ പള്ളി നടക്കുമായിരുന്നു. ഈ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം മുതൽ രാവിലെ വരെ പള്ളികൾ അമലുകൾ കൊണ്ട്, ദീനിന്റെ അമലുകൾ കൊണ്ട്, ഇസ്ലാമിയായ വ്യക്തിപരമായ അമലുകൾ, അല്ലാഹുവിന്റെ ദിക്റ്, ഖുർആൻ ശരീഫിന്റെ തിലാവത്ത്, ഇങ്ങനെയുള്ള വ്യക്തിപരമായ അമലുകളും കൂട്ടമായിട്ടുള്ള അമലുകളും ഇതുകൊണ്ട് പള്ളികൾ അലങ്കരിക്കപ്പെട്ടിരുന്നു. ഇതാണ് അല്ലാഹു ഖുർആൻ ശരീഫിൽ പറഞ്ഞത്. പള്ളികളെ അലങ്കരിക്കുന്നവർ, എന്തുകൊണ്ട് അലങ്കരിക്കുന്നവർ? ഈ അമലുകൾ കൊണ്ട് ആ പള്ളികളെ അലങ്കരിക്കുന്നവർ അവർ മുഅ്മിനീങ്ങളാണ്, അവരുടെ ഈമാന്റെ അടയാളങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അതുകൊണ്ട് പള്ളികൾ എന്ന് പറയുന്നത് ഈ എല്ലാ കാര്യങ്ങളുടെയും, ഈ അമലുകളുടെ എല്ലാം കേന്ദ്രം, ദീനിന്റെ എല്ലാ വിഷയങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളികൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതായിരുന്നു, പള്ളികളിൽ നടത്തുന്ന അമലുകളിലായിരുന്നു. തങ്ങളുടെ ജീവിതത്തിന്റെ രൂപത്തിന്റെ ആരംഭം മുതൽ തന്നെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്ന, ഒന്ന് ദീനിന് വേണ്ടി ഇറങ്ങിച്ചെന്ന് പുറപ്പെട്ട് ഉള്ള പരിശ്രമം, രണ്ടാമത്തത് പള്ളികൾ കേന്ദ്രമാക്കി നാട്ടിലുള്ള ദീനിന്റെ പരിശ്രമം. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മദീന മുനവ്വറയിൽ തങ്ങൾ ഹിജ്റത്ത് ചെയ്തതിനു ശേഷം ഏകദേശം 150ഓളം ജമാഅത്തുകളെ, സംഘങ്ങളെ തയ്യാറാക്കി ദീനിന് വേണ്ടി യാത്രയാക്കുകയുണ്ടായി. ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി അതിലെ ചെറിയ സംഘം മുതൽ 5 പേരടങ്ങുന്ന ജമാഅത്ത് മുതൽ 100 പേര്, 1000 പേര്, 3000 പേര്, 40,000 പേര്, 50,000, അതിന് മേലോട്ടുള്ള സംഘങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് യാത്രകൾ. അതിന് ഈ 150 ജമാഅത്തുകളെ, സംഘങ്ങളെ അയച്ചതിൽ നിന്നും 25ഓളം യാത്രകളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായിട്ട് യാത്ര ചെയ്യുകയുണ്ടായി. അവരുടെ കൂട്ടത്തിൽ തങ്ങളും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു യാത്രയാണ് വളരെ ദീർഘമായ തബൂക്കിലേക്കുള്ള യാത്ര, അറിയപ്പെടുന്ന പ്രശസ്തമായ തബൂക്ക് യുദ്ധത്തിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ വളരെ ദീർഘമായ യാത്രയായിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ പോവുകയുണ്ടായി. ഇതുപോലെ 25ഓളം യാത്രകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായിട്ട് യാത്ര ചെയ്തു. അതുകൂടാതെ സഹാബാക്കളുടെ സംഘങ്ങളെ തയ്യാറാക്കി ദീനിനു വേണ്ടി തങ്ങൾ യാത്രയാക്കി. 150ഓളം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായി. അപ്പൊ ഈ രീതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനു വേണ്ടി പുറപ്പെട്ടു പോവുക, ദീനിനു വേണ്ടി യാത്ര ചെയ്യുക, ഈ ഒരു പരിശ്രമം തങ്ങളുടെ ആവശ്യം. ഇതുകൊണ്ടുണ്ടായ ഫലം എന്താണ്? ഇതുകൊണ്ടുണ്ടായ ഫലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇത് അറബി നാടുകളിൽ, പിന്നെ അറബി നാടുകൾ കഴിഞ്ഞ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പരിശുദ്ധമായ ദീൻ എത്താൻ തുടങ്ങി, വ്യാപിക്കാൻ തുടങ്ങി. അതിന്റെ ആ ഏരിയ, അതിന്റെ ആ വിസ്തീർണം അത് വർദ്ധിച്ചുകൊണ്ടിരുന്നു, വിശാലമായിക്കൊണ്ട്. ദീനിന്റെ പരിശ്രമത്തിന്റെ പേര്, ദീനിന്റെ വഴിയിൽ പുറപ്പെടുന്നതിന്റെ പേര് പരിശുദ്ധമായ ദീൻ അത് വിശാലമായിക്കൊണ്ടിരുന്നു, ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇനി രണ്ടാമത്തെ പരിശ്രമം നാട്ടിലുള്ള പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പരിശ്രമങ്ങൾ, ഈ അമലുകൾ, ഖുർആനെ പഠിപ്പിക്കൽ, ഫളായിലിന്റെ മജ്‌ലിസുകൾ, ഇതുപോലുള്ള പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള അമലുകൾ. ഇബ്രാഹിം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നു, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്നു. അപ്പൊ ഒരു ഭാഗത്ത് സഹാബാക്കളുടെ ഒരു സംഘം ഇരുന്ന് ഹദീസ് പഠിച്ചുകൊണ്ടിരുന്നു, ഹദീസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് ഒരു സംഘം ആളുകൾ മറുഭാഗത്ത് ഖുർആൻ ശരീഫ് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ശരീഫ് പഠിക്കുകയും. അപ്പൊ ഈ രണ്ട് സംഘങ്ങളെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. എന്നിട്ട് തങ്ങൾ സ്വന്തമായി ഖുർആൻ ശരീഫ് പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ആ സംഘത്തിന്റെ കൂട്ടത്തിൽ പോയി തങ്ങൾ ഇരിക്കുകയും കുറച്ചു. ഇത് ഉമ്മത്തിന് പാഠമാണ്. ഇതുപോലുള്ള അമലുകൾ, അതായത് പള്ളികളിൽ നടക്കേണ്ട അമലുകൾ, അതിൽ തങ്ങൾ സ്വന്തമായിട്ട് പങ്കെടുത്തു, സഹാബാക്കളെ കൊണ്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ രീതിയിലുള്ള അമലുകൾ കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ രണ്ട് പരിശ്രമത്തിന് ഗുണങ്ങളുണ്ട്. ഒന്ന്, ദീനിന്റെ വഴിയിൽ പുറപ്പെട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ദീൻ ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗം. മറുഭാഗത്ത് ദീനിൽ ഉള്ള ആളുകൾ, അവരിൽ ആ ദീൻ ഉറച്ചുകൊണ്ടിരുന്നു മറ്റ് അമലുകൾ കൊണ്ട്. അവരുടെ ഈമാൻ പുരോഗതി ഉണ്ടായി, അമലുകൾ നന്നാൻ തുടങ്ങി, അവർ ദീനിൽ ഉറച്ചവരായിത്തീർന്നു. ആ പരിശുദ്ധമായ ദീനിലുള്ള അവരുടെ ആ സ്ഥാനം, അവരുടെ ആ വളർച്ച, ആ ദീനിയ വളർച്ച അവരുടെ ജീവിതങ്ങൾ ഉണ്ടായി. ഇതാണ് നാട്ടിൽ
പരിശ്രമം കൊണ്ടുണ്ടാകുന്നത്. ഇതേ പരിശ്രമത്തിന്റെ പേരിലാണ് സഹാബാക്കൾ ദീനിലേക്ക് വന്ന സഹാബാക്കൾ അവർ എത്രയോ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഇമാമുൽ മുഹദ്ദിസീൻ ഹദീസിന്റെ അതിന്റെ ആലിമീങ്ങൾ ഹദീസിനെ കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ ഇമാമാണ്. ആ അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തഫ്സീറിന്റെ പണ്ഡിതന്മാരുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തി. തഫ്സീറിനെ കുറിച്ചുള്ള അറിവ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖുർആൻ ശരീഫ് ഓതുന്ന ഖിറാഅത്ത് ഖാരിഈങ്ങൾ അതിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. ഖുർആൻ ശരീഫിനെ ഓതുക അതിനെക്കുറിച്ചുള്ള അറിവ് ഏറ്റവും ഉയർന്നതാണ്. ഇതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു അതിനുശേഷമുള്ള ഖുലഫാഉർ റാഷിദീങ്ങൾ അവരെ ഈ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം മുസ്ലിമീങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഖലീഫയാകാൻ യോഗ്യതയുടെ അവസ്ഥയിലേക്ക് എത്തിയത് ഈ അമലുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഉത്തരവാദിത്തം അവർ ഏൽപ്പിക്കപ്പെട്ടു. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലും ഇതേ പരിശ്രമം തുടരുകയുണ്ടായി. പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്നോ ഈ രണ്ട് പരിശ്രമങ്ങളും ദീനിന്റെ വഴിയിലുള്ള പുറപ്പാടും യാത്രയും അതിനുവേണ്ടിയുള്ള പരിശ്രമവും പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള നാട്ടിലുള്ള അമലുകളുടെ പരിശ്രമങ്ങളും ഇത് രണ്ടും നാം കൊണ്ടെത്തി. ഇതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലത്ത് അലി ഇതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തും അവർക്ക് ശേഷമുള്ള കാലത്തും ഈ രണ്ട് പരിശ്രമം നടന്നുണ്ട്. ഈ പരിശ്രമത്തിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടങ്ങളിൽ സമയങ്ങൾ ദിവസങ്ങൾ കഴിയുന്തോറും പരിശുദ്ധമായ ഈ ലോകത്ത് വ്യാപിച്ചുകൊണ്ട് പക്ഷെ പിന്നീട് കുറെ കാലഘട്ടങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഉമ്മത്ത് ഈ പരിശ്രമത്തെ വിട്ടുകളഞ്ഞു. ഇതിന്റെ പ്രാധാന്യത മറന്നുപോയി. ദീനു വേണ്ടിയുള്ള യാത്ര, ദീനു വേണ്ടിയുള്ള പുറപ്പെട്ടു പോകൽ ഇത് ഈ ഉമ്മത്ത് ഉപേക്ഷിച്ചു കളഞ്ഞു. പള്ളികൾ കേന്ദ്രമാക്കിക്കൊണ്ട് അമലുകളുടെ പരിശ്രമം ഇതും ഉപേക്ഷിച്ചു കളഞ്ഞു. ഈ രണ്ട് പരിശ്രമങ്ങൾ ഈ ഉമ്മത്ത് ഉപേക്ഷിച്ചപ്പോൾ എന്തായി? അവർ ദീനിൽ നിന്നും അവരുടെ ജീവിതത്തിൽ ബലഹീനമായി അവസാനം എവിടം വരെ എത്തിയെന്ന് വെച്ചാൽ പള്ളികൾ അമലുകൾ കൊണ്ട് കാലിയായിപ്പോയി. 5 വക്ത നമസ്കാരങ്ങൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയുണ്ടായി. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ധാരണയും മനസ്സിലും അത് തന്നെയാണ്. പള്ളികൾ എന്ന് പറഞ്ഞാൽ 5 വക്ത നമസ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ മാത്രത്തിന്റെ പരിശ്രമങ്ങൾ ആ പള്ളികളെ ആ 5 വക്ത നമസ്കാരം പോലും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വരെ നടത്തി. അതിൽ നിന്നും കാലിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും ഈ ഉമ്മത്തിനെ കാക്കുകയും ആ 5 വക്ത നമസ്കാരമെങ്കിലും ബാക്കിയാകുന്ന അവസ്ഥയിൽ ചെറുതരത്തിൽ ബലഹീനമായാണെങ്കിലും പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന ദഅവത്തിന്റെ പരിശ്രമം ഇത് അതേ പരിശ്രമമാണ്. ഏതെങ്കിലും നിസാമുദ്ദീനിൽ നിന്നുള്ള ഒരു പുതിയൊരു പരിശ്രമമല്ല ഇത് പറയപ്പെടുന്നത്. അലിയിലെ ചിന്തയിൽ വന്ന അല്ലെങ്കിൽ മനസ്സിൽ വന്ന ഒരു ചിന്തയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഒരു തോന്നലോ അതുകൊണ്ടുള്ള ഒരു പരിശ്രമമൊന്നുമല്ല. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ ഏത് പരിശ്രമത്തിന്റെ മേൽ അവരെ കൊണ്ടുവന്നോ, ഏതൊരു അവസ്ഥയിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുവന്നോ, ഏത് രണ്ട് പരിശ്രമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ തർബിയത്ത് ചെയ്തോ ആ ഉമ്മത്തിനെ വേണ്ടി തയ്യാറാക്കിയോ ആ ഏതൊരു പരിശ്രമത്തെ ഈ ഉമ്മത്ത് കുറെ നൂറ്റാണ്ടുകളായി മറന്നുപോയോ ഉപേക്ഷിച്ചു കളഞ്ഞോ ആ പരിശ്രമത്തിലേക്ക് ഈ ഉമ്മത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളെ പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. ഒന്ന്, അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ 4 മാസത്തിന് വേണ്ടി 40 ദിവസത്തിന് വേണ്ടിയെല്ലാം സമയം ഒഴിവാക്കിയെടുത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ടുള്ള പരിശ്രമം. രണ്ടാമത്തത്, ഓരോ നാടുകൾ തോറും പള്ളികൾ തോറും അമലുകളെ പള്ളികൾ ഉണ്ടാക്കി തീർത്ത് പഠിപ്പിക്കുക, താലീമിന്റെ മജ്‌ലിസുകൾ, ദീനിന്റെ ആവശ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഓരോ മുസ്ലിം പോയി കാണാൻ വേണ്ടിയുള്ള പരിശ്രമം, ഈ രീതിയിൽ കൂടിയുള്ള പരിശ്രമം ഏതൊരു പരിശ്രമത്തെയാണോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്, തങ്ങളുടെ സഹാബാക്കളെ പരിശ്രമത്തിന് വേണ്ടി തയ്യാറാക്കിയോ ആ പരിശ്രമത്തിലേക്ക് വീണ്ടും ഈ ഉമ്മത്ത് വരാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ദഅവത്തിന്റെ പരിശ്രമം. ഇതൊരു പുതിയൊരു കാര്യമല്ല. അതേപോലെ ഏതൊരു പരിശ്രമത്തിന്റെ മേൽ അവരായിരുന്നോ ആ അവസ്ഥയിലേക്ക് ഉമ്മത്ത് തിരിച്ചു വന്നാൽ ഈ രണ്ട് ഗുണങ്ങൾ വീണ്ടും ഈ ഉമ്മത്തിനുണ്ടായി തീരാൻ കാരണമായി. काब रज़ी अल्लाह तआला अन्हु बड़े सहाबा थे
तमाम ग़ज़वात में शरीक हैं। തങ്ങളുടെ കൂടെ ദീനിന്റെ പരിശ്രമത്തിന്റെ വഴിയിലുള്ള യാത്രയിലെല്ലാം പങ്കെടുത്ത വളരെ ഉയർന്ന അവസ്ഥയിലുള്ള സഹാബിയാണ്. പക്ഷേ തബൂക്ക് യുദ്ധ സമയത്ത് അദ്ദേഹത്തിന് ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുമ്പിൽ വന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതും കരുതിക്കൂട്ടിയല്ല, ഭാര്യയുടെ പേരിലോ കുട്ടികളുടെ പേരിലോ കച്ചവടത്തിന്റെ പേരിലോ ഒന്നുമല്ല. ഇതിനെ മറിച്ച് കുറച്ച് ആ കാര്യത്തിൽ ഒരു മടി പോലെ ഉണ്ടായി. ദീനു വേണ്ടി തങ്ങളും സഹാബാക്കളും അവര് പുറപ്പെട്ടു പോകുന്ന സമയത്ത് ചെറിയ മടി പോലെ ഉണ്ടായി. അതായത് അവര് പുറപ്പെട്ടതിന് ശേഷം എന്റെ അടുക്കൽ വാഹനമുണ്ട്, ഞാൻ പെട്ടെന്ന് പോയി അവരുടെ കൂടെ ചേർന്നോളാം, അവരുടെ എളുപ്പത്തിൽ തന്നെ എനിക്ക് അവരുടെ കൂട്ടത്തിൽ പോകാൻ സാധിക്കും എന്ന് പറഞ്ഞ് അല്പം താമസിച്ചു. അതിന്റെ പേരിൽ ആ താമസിച്ച് അവസാനം ആ യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ ആ ഒരു യാത്രയിൽ ദീനിന്റെ ഒരു തക്കാത ഒരു ആവശ്യത്തിന്റെ പേരിൽ ആ യാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പുറകിലോട്ട് മാറി നിന്നപ്പോൾ ഇത് സംഭവിച്ചു. അതിനുശേഷമുള്ള സംഭവം നമ്മളെല്ലാവരും കേട്ടവരായിരിക്കും. മസ്താനിലെ രാജാവ് കത്തയക്കുകയുണ്ടായി, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് ചേർന്നോളി. കാരണം തങ്ങൾ തബൂക്കിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അതിൽ പങ്കെടുക്കാത്ത ആ സഹാബാക്കൾ യഥാർത്ഥ മുസ്ലിങ്ങൾ അവരോട് ആരും സഹകരിക്കരുതെന്ന് പറയുന്നത്. ആരും അവരോട് സംസാരിക്കാൻ പാടില്ല, ആരും അവരോട് സഹകരിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള സംഭവം പറഞ്ഞുകൊണ്ട് മറ്റ് മുഅ്മിനല്ലാത്ത രാജാവ് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ബാത്തിലിന്റെ ഭാഗത്തു നിന്നും കത്ത് വരികയുണ്ടായി. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ നേതാവ് നിങ്ങളെ ഉപേക്ഷിക്കുകയാണെന്ന് അറിയാൻ സാധിച്ചു, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നോളി, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അപ്പൊ ദീനിന്റെ ഒരു സക്കാത, ദീനിന്റെ ഒരു ആവശ്യം അത് പൂർത്തീകരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ, അതിൽ നിന്നും മാറി നിന്നതിന്റെ പേരിൽ ഇത്രയും ഉയർന്ന അവസ്ഥയിലുള്ള ഒരു സഹാബി, ആ സഹാബി ബാത്തിലിന്റെ ദഅവത്തിന് ഇരയാകുന്നുണ്ട്. ബാത്തിലിന്റെ ഭാഗത്തു നിന്നുള്ള ദഅവത്ത് ക്ഷണം അവരുടെ ഭാഗത്തുള്ള ക്ഷണം വന്നു. എന്താ കാരണം? എന്താണ്? ദീനിന്റെ ആവശ്യം വന്നപ്പോൾ അതിൽ മുന്നോട്ട് വരാതെ പുറകോട്ട് മാറിയതിന്റെ പേരിൽ ഈ ഉയർന്ന അവസ്ഥയിലുള്ള സഹാബി യഥാർത്ഥ മുഅ്മിനാണ്, യഥാർത്ഥ സഹാബിയാണ്. തങ്ങളുടെ കൂടെ പല യാത്രകൾ പങ്കെടുത്ത സഹാബിയാണ്, വളരെ ഉയർന്ന അവസ്ഥയിലുള്ള ആളാണ്. പക്ഷേ ദീനിന്റെ ഒരു പ്രാവശ്യം ഒരു ആവശ്യത്തിൽ നിന്നും മാറി നിന്നും പുറകോട്ട് ദീനിന്റെ പരിശ്രമത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടായപ്പോൾ ഉടനെ തന്നെ ബാത്തിലിന്റെ ഭാഗത്തു നിന്നുള്ള ക്ഷണം വരികയും അതിനെതിരെയാകുകയും. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല, അദ്ദേഹം ഉയർന്ന അവസ്ഥയിലുള്ള സഹാബിയാണ്. പക്ഷേ ആ ബാത്തിലിന്റെ ഭാഗത്തുള്ള പരിശ്രമം നടന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സഹാബിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ ഈ ഉമ്മത്ത് എത്രയോ കാലഘട്ടമായി ദീനിന്റെ പരിശ്രമത്തെ ഉപേക്ഷിക്കുകയും ആ ദീനിന്റെ പരിശ്രമത്തിൽ നിന്നും ദീനിന്റെ ആവശ്യങ്ങളിൽ നിന്നും പുറകോട്ട് മാറി നിന്ന ഈ സന്ദർഭത്തിൽ ഈ ഉമ്മത്തിന്റെ മേൽ ബാത്തിലിന്റെ എത്ര സ്വാധീനം ഉണ്ടായിക്കാം, എത്രത്തോളം ഈ ഉമ്മത്ത് ദീനിൽ നിന്ന് പുറകോട്ട് പോയി കാണും, നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, ദീനിന്റെ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഓരോ മുസ്ലിനും ദീനിന്റെ ദാഇയായി ചെയ്യണം, ഓരോ മുസ്ലിനും ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ആളായി ചെയ്യണം, ഓരോ മുസ്ലിനും ദഅവത്ത് ചെയ്യുന്ന ആളായി ചെയ്യണം. ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഓരോ കുട്ടികളും ഓരോ മുസ്ലിനും ദീനിന്റെ പരിശ്രമം ചെയ്യുന്നവർ ആരും അതിന് ഒഴിവില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജമാഅത്തുകൾ പരിശ്രമങ്ങൾ വരുന്നത്. 3 ദിവസത്തേക്ക് വേണ്ടി, 40 ദിവസങ്ങൾക്ക് വേണ്ടി മറ്റു നാടുകളിലേക്കെല്ലാം ജമാഅത്തുകളിൽ പുറപ്പെടുവിക്കാൻ വേണ്ടി പറയപ്പെടുന്നതിന്റെ കാരണമാണ് പുരുഷന്മാരും അവരും ദീനിന്റെ പരിശ്രമം ചെയ്യുക, സ്ത്രീകളും അവരുടെ നിബന്ധനയോടുകൂടി അവരുടെ അവസ്ഥ അനുസരിച്ച് അവരും ദീനിന്റെ പരിശ്രമം ചെയ്യുക. പക്ഷെ എല്ലാവരും ഉത്തരവാദികളാണ്. ഓരോ മുഅ്മിനും ഉത്തരവാദിയാണ്, ഓരോ ഉമ്മത്തിയും ഉത്തരവാദിയാണ്. അതുകൊണ്ട് ദീനിന്റെ ദഅവത്തിന്റെ പ്രശ്നത്തോട് ഉദ്ദേശിക്കപ്പെടുന്നത് ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തിയും ദീനിന്റെ ദാഇയാക്കിയാണ്. കാരണം ദീനിന്റെ ദഅവത്ത് ചെയ്തു കഴിഞ്ഞാൽ ബാത്തിലിന്റെ പരിശ്രമങ്ങളിൽ നിന്നും ബാത്തിലിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിന് രക്ഷപ്പെടാൻ സാധിക്കും. അഥവാ ഉമ്മത്ത് ദീനിന്റെ ദഅവത്തിന്റെ പരിശ്രമം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ബാത്തിലിന്റെ പരിശ്രമങ്ങളിൽ ബാത്തിലിന്റെ വലയിൽ ഈ ഉമ്മത്ത് പെട്ടുപോവുകയും അതിനെ ഇരയായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ദഅവത്തിന്റെ പരിശ്രമം കൊണ്ട്
അൻസാരികൾ മക്കാമി അവരുകൾ പറയപ്പെടുന്ന പരിശ്രമം ദിവസേനയുള്ള മുസ്ലിമീങ്ങളെ ഓരോരുത്തരെ സന്ദർശിക്കാൻ വേണ്ടി 2 മണിക്കൂർ ഒഴിവാക്കിയെടുക്കാൻ അതിനുവേണ്ടി ഒരുമിച്ച് കൂടി പള്ളിയിൽ ഏതെങ്കിലും സമയത്ത് ആലോചിക്കൽ അല്ലെങ്കിൽ മഷ്വറ ചെയ്യാൻ താലീമിന്റെ മജീസുകൾ പള്ളികളിലും വീടുകളിലും നടത്താൻ ആഴ്ചയിലുള്ള പൊതുവായിട്ടുള്ള ഭൂമിയായ മുസ്ലിമീങ്ങളെ സന്ദർശിക്കാൻ വേണ്ടിയുള്ള അവരെ പോയി ക്ഷണിക്കുന്ന പരിശ്രമം മാസത്തിൽ 3 ദിവസത്തെ മാത്രം തയ്യാറാക്കി പരിസര നാടുകളിൽ പോയുള്ള പരിശ്രമം ഇതിനുവേണ്ടി ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതായത് ഓരോ മുസ്ലിനും ഈ അമലുകളിൽ പങ്കെടുക്കുന്നവരായിരുന്നു. ഈ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ദിവസവുമുള്ള 2 മണിക്കൂർ സമയം ഒഴിവാക്കിയെടുത്ത് ഓരോ വീടുകളിൽ പോയി ഓരോ മുസ്ലിനെ പോയി സന്ദർശിക്കുന്ന പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സംസ്ഥാന കാര്യം പറയുമായിരുന്നു, മുസ്ലിങ്ങൾ അവരുടെ ബന്ധം പള്ളിയിൽ നിന്നുള്ള ബന്ധം വിട്ടുപോയപ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഇല്ലാതായിപ്പോയി. അള്ളാഹുവിന്റെ ഭവനമായ പള്ളികളുമായിട്ടുള്ള ബന്ധം, മുസ്ലിങ്ങളുടെ ഈമാനുള്ളവരുടെ ബന്ധം ഇല്ലാതായപ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഇല്ലാതായി. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഇല്ലാതായപ്പോൾ പിന്നെ അവരെല്ലാ പ്രശ്നങ്ങളിലായിപ്പോയി. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത അവസ്ഥയിലായി. ധാരാളം പ്രശ്നങ്ങൾ അവരുടെ ജീവിതങ്ങൾ വന്നു ചേർന്നു. കാരണം എന്താണ്? അള്ളാഹുമായിട്ടുള്ള ബന്ധം ഇല്ലാതായി. അവരുടെ ജീവിത പ്രശ്നം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവരുടെ ബന്ധം അള്ളാഹുമായിട്ടുണ്ടായിത്തീരാൻ വേണ്ടി പള്ളികളുമായിട്ട് ബന്ധപ്പെടുത്തുക. ബസ്സിന്റെ അമലുകൾ മുസ്ലിങ്ങളെ പോയി കണ്ട് സന്ദർശിച്ച് അവരോരോരുത്തരെയും അവരെ പള്ളികളുമായിട്ട് ബന്ധപ്പെടുത്തി അമലുകളിൽ ബന്ധപ്പെടുത്തി അവരുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നാട്ടിൽ നടക്കുന്ന ഈ മുസ്ലാമിയായ അമലുകൾ. 5 അമലുകൾ എന്ന് പറയുന്നത്. इसलिए बड़े फरमाते हैं कि भी कुछ अल्लाह के बंदे ऐसी हिम्मत करते हैं कि 8-8 घंटे अपनी मस्जिदों को दे दें। सूरह पाक इस्लाम के ज़माने में तमाम सहाबा के बारे में जब तहकीक की गई, 8-8 घंटे मस्जिदों को वक्त देना उनके हिसाब नहीं था। तमाम सहाबा की तरकीब थी 8-8 घंटे मस्जिदों को देते थे और उन 8 घंटे में नए इनामात को कायम करते थे। नए नए लोगों को इनको जोड़ते थे और दूसरी चीज सीखते थे। दोबारा से हमारे बड़े फरमाते हैं कि भाई 8-8 घंटे अपनी अपनी मस्जिदों को दे दे और मस्जिद के अंदर ये आमाल कायम की जाए और मुसलमानों के कष्टों के जरिए से जो है इन आमाल का कष्ट होगा जाए। देखो भाई दोस्तों, तो बरसने वाले अल्लाह है। हम तो हुजूर पाक इस्लाम की सुन्नत को जिंदा करते हैं। आप यकीन जाने कसम खाकर ये बात कही जाती है कि अगर हुजूर पाक इस्लाम की सुन्नत को हमने ഈ അമലുകൾക്ക് വേണ്ടി, ദീനിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി അവർ പള്ളികൾ ഈ സമയങ്ങൾ കൊടുക്കുന്നതാണ് നമുക്ക് അവർ സംഭവങ്ങൾ കൂടി കാണാൻ സാധിക്കും. അതുകൊണ്ട് പൊതുവായിട്ട് മുസ്ലിങ്ങൾ ദീനിന് വേണ്ടി സമയം പള്ളിയിൽ ചിലവഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതുകൊണ്ട് പൊതുജനങ്ങൾ അവർ 1 മണിക്കൂർ സമയം കൊടുത്താൽ അത് നമ്മൾ സ്വീകരിക്കുക. അരമണിക്കൂറാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അരമണിക്കൂർ ശരി, 2 മണിക്കൂറാണ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ 2 മണിക്കൂർ. എത്ര സമയം അവിടെ നമുക്ക് കിട്ടുന്നോ അത് നമ്മള് പൊതുവായി മുസ്ലിങ്ങളിൽ നിന്നും ദീനിന് വേണ്ടി സമയം ദിവസവും കൊടുക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുക. പക്ഷേ ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവര് യഥാർത്ഥത്തിൽ ഒരു ദിവസത്തിൽ 8 മണിക്കൂർ സമയമെങ്കിലും ഒഴിവാക്കി ഈ പരിശ്രമത്തിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. ഈ വരുന്നവരുടെ കൂട്ടത്തിൽ കഴിയുക, ദീനിന്റെ മജ്ലിസുകൾ പള്ളികളിൽ നടത്തുക, ഞങ്ങളെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോയി കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോവുക. ഇങ്ങനെയുള്ള ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ കുറഞ്ഞത് ഒരു 8 മണിക്കൂർ സമയമെങ്കിലും ഓരോ ദിവസവും കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. കാരണം യഥാർത്ഥത്തിൽ ഹൃദയം അള്ളാഹുവിന്റെ കയ്യിലാണ്, ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. പക്ഷേ നമ്മൾ അതിന്റെ ശരിയായ രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ, പ്രകാരം ബഹുമാനപ്പെട്ട സഹാബാക്കൾ പരിശ്രമിച്ചോ, അവരവരുടെ സമയത്തിന്റെ ഒരു ഭാഗം ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പള്ളികളിൽ കൊടുക്കുമായിരുന്നോ? ഇതേപോലെ ആ വഴിയെ നമ്മൾ പിൻപറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടെ ദിവസത്തുള്ള സമയങ്ങളിൽ നിന്നൊരു പ്രധാനപ്പെട്ട സമയം ദീനിന് വേണ്ടി പള്ളികളിൽ കൊടുക്കുകയാണെങ്കിൽ അത് കാരണമായി അള്ളാഹു തആല ഹൃദയങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്ന, നാടുകളിൽ മാറ്റം ഉണ്ടാവും. അതേപോലെ അള്ളാഹുവിലേക്ക് തിരിയുന്നതായി ചെയ്യും. കാരണം എത്ര പഠിക്കാത്ത ഒരു വീട്ടിലൊരു കുട്ടിയാണെങ്കിലും, ഖുർആൻ അറിവ് പാറ്റാത്ത വീട്ടിൽ ആർക്കും പറഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു വീട്ടിലൊരു കുട്ടി മദർസയിലേക്ക് വന്നു, പള്ളിയിലുള്ള ആ മദർസയിലേക്ക് വരികയും ദിവസം വരികയും ആ ദിവസവും ആ ക്ലാസ്സിൽ വന്ന് മദർസയിലുള്ള ഖുർആൻ ശരീഫ് പഠിപ്പിക്കുന്ന ആ പാഠത്തിൽ വന്ന് ദിവസവും പങ്കെടുക്കുകയും ചെയ്താൽ ഒന്നും അറിയാത്ത ഒരു കുട്ടിയും കുറച്ച് ദിവസം കൊണ്ട് ഖുർആൻ ശരീഫ് പോകുന്ന അവസ്ഥയിലേക്ക്. കാരണം ശരിയായ രീതിയിൽ ദിവസവും മറങ്ങാതെ പാഠത്തിൽ വരുന്നു, ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നു. ആ പഠിക്കുന്ന ആ ക്ലാസ്സിൽ വന്ന് സമയം ചെലവഴിക്കുന്നതിന്റെ പേര്
ഒന്നും അറിയാത്ത കുട്ടിയും ഖുർആനോട് അവസ്ഥയാണ്. ഇതേപോലെ ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ്, ദീനിയായ യാതൊരു അടിസ്ഥാനമില്ലാത്ത ആളാണ്. പക്ഷേ പള്ളിയിൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി, മജ്‌ലിസുകളിൽ ഇരിക്കാൻ തുടങ്ങി, അമലുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ കാരണമായിട്ട്. അതുകൊണ്ട് ഈ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം 8 മണിക്കൂർ സമയമെങ്കിലും ഈ പരിശ്രമത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാണ്. हिम्मत करके बताओ 8-8 घंटे के लिए कौन कौन तैयार है अपनी मस्जिदों को आबाद करने के लिए? 8-8 घंटे के लिए बताओ हिम्मत करके. അതുകൊണ്ട് നമ്മുടെ പള്ളികളെ ഈ അമലുകൾ കൊണ്ട് 8 घंटे दूंगा. ഈ അമലുകൾ കൊണ്ട് നമ്മുടെ പള്ളികൾ അലങ്കരിക്കപ്പെടാൻ വേണ്ടി 8 മണിക്കൂർ സമയം ചെലവഴിക്കാൻ വേണ്ടി ഹിമ്മത്തോടു കൂടി പറയും. ആരെല്ലാം തയ്യാറെന്ന് പറയും. कौन कौन 8-8 घंटे देगा? ആരെല്ലാം 8 മണിക്കൂർ ചെലവഴിക്കാൻ തയ്യാറെന്ന് പറയും. भाई 2.5 घंटे तो कम से कम सब नियत कर दो इंशाल्लाह. 2.5 घंटे तो मोहतरम मस्जिद को देने ही है सीखने के लिए. 8 മണിക്കൂർ നിയത്ത് ചെയ്തു. ഈ ബാക്കിയുള്ളവർ ഏറ്റവും കുറഞ്ഞത് 2.5 മണിക്കൂറെങ്കിലും ഒരു ദിവസം പള്ളിയിലെ പരിശ്രമത്തിൽ പള്ളിയുള്ള അമലുകളിൽ അതിന്റെ പരിശ്രമത്തിൽ കൊടുക്കുന്നില്ലാതെ നിയത്ത് ചെയ്തു. തസ്കീറിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ജമാഅത്തുകളുടെ ലിസ്റ്റുകൾ തസ്കീർ റൂമിലേക്ക് എത്തിക്കേണ്ടതാണ്. ഓരോ ഹൽക്കയിലുള്ള തസ്കീറിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ജില്ലയിലുള്ള തസ്കീറിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രത്യേകം ശ്രദ്ധിക്കുക. ജമാഅത്തിൽ പുറപ്പെട്ടു പോകാൻ വേണ്ടി വന്നവരുടെ ലിസ്റ്റ് അത് തസ്കീർ റൂമിലേക്ക് എത്തിക്കേണ്ടതാണ്.